വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലേ, വരാനിരിക്കുന്ന ജൂലൈ മന്തിൽ ഹാർബർ എഞ്ചിനീയർ അല്ലേ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അതുപോലെ വേറെ കുറേ എക്സാംസ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഇലക്ട്രിക്കലിനൊക്കെ വളരെ യൂസ്ഫുള്ളായ ഒരു ക്ലാസ്സസ് ആയിരിക്കും ഇത്. കാരണം ഇത് പ്രീവിയസ് ഇയർ MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ, അതായത് 2023 KSEBയിൽ നടന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂട്ടേറ്റിംഗ് ഓർ റിവേഴ്സിംഗ് EMF ഇൻ DC മെഷീൻ ഈസ് ടു. അതായത് ഒരു DC മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ DC മെഷീനിലെ എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂട്ടേറ്റിംഗ് ഓർ റിവേഴ്സിംഗ് EMFൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്. ഓപ്ഷൻ എ ന്യൂട്രലൈസിംഗ് ദ റിയാക്റ്റൻസ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ന്യൂട്രലൈസിംഗ് ദ കമ്മ്യൂട്ടേറ്റിംഗ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി റെഡ്യൂസ് ഹീറ്റ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി കൺവേർട്ട് AC ടു DC. അപ്പോൾ എന്താണ് നമ്മുടെ ഈ റിവേഴ്സിംഗ് EMF അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂട്ടേറ്റിംഗ് അല്ലേ, പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂട്ടേറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് റിവേഴ്സിംഗ് EMF ഇൻ എ DC മെഷീൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ന്യൂട്രലൈസിംഗ് ദ റിയാക്റ്റൻസ് വോൾട്ടേജിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂട്രലൈസിംഗ് ദ റിയാക്റ്റൻസ് വോൾട്ടേജ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 2. Under light load condition, a series generator has rising voltage characteristics. എന്താണ് പറയുന്നത്? ഇതൊരു ജനറേറ്റർ റിലേറ്റഡ് ആണ്, അതായത് സീരീസ് ജനറേറ്ററിൻ്റെ കേസാണ്. അപ്പോൾ സീരീസ് ജനറേറ്റർ ആണ് നോക്കണം. എന്താണ് ലൈറ്റ് ലോഡ് കണ്ടീഷനിലാണെങ്കിൽ, സീരീസ് ജനറേറ്ററിലാണെങ്കിൽ എന്താണ് വോൾട്ടേജ് എന്ത് ചെയ്യാണ്? റൈസ് ചെയ്യാണ് സാധാരണ പതിവ് അല്ലേ. എന്നാൽ ഹൈ ലോഡിലാണെങ്കിൽ ലോഡ് കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? വോൾട്ടേജ് സ്റ്റാർട്ട് ഡിക്രീസിങ്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. അതായത് ഹൈ ലോഡ് ആവുമ്പോൾ വോൾട്ടേജ് എന്താണ് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഒരു ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ. എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എ എന്താണ് ഓവർ ഹീറ്റിംഗ് ഓഫ് ബ്രഷസ്, ഓപ്ഷൻ ബി ലോ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്, ഓപ്ഷൻ സി പുവർ ആർമേച്ചർ ഫീൽഡ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി എക്സിസീവ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് ഇവിടെ? എക്സിസീവ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സീരീസ് ജനറേറ്ററിലെ ലൈറ്റ് ലോഡ് കണ്ടീഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? വോൾട്ടേജ് റൈസ് ആവുകയും ചെയ്യും. ഹൈ ലോഡ് കണ്ടീഷനിലാണെങ്കിൽ എന്താണ്? വോൾട്ടേജ് ഡിക്രീസ് ആവുന്നു. ഇതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസീവ് ഡീമാഗ്നറ്റൈസിംഗ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ആണ്. Question number 3. A 250 volt shunt motor with an armature resistance of 0.5 ohm runs at 600 RPM on full load and takes an armature current of 20 ampere. If resistance of 1.02 ohm is placed in the armature circuit, then the speed at half full load torque is. അത് എന്ത് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്? ഒരു DC ഷണ്ട് മോട്ടറാണ് അല്ലേ. അതിൽ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട് നമുക്ക് 250 വോൾട്ട് ആണ്. അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസ് വന്നിട്ട് 0.5 ഓം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് വന്നിട്ട് എത്രയാണ്? 250 വോൾട്ട് ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് വന്നിട്ട് 0.5 ഓം ആണ്. അതിൻ്റെ സ്പീഡ് വന്നിട്ട് എങ്ങനെയാണ്? 600 RPM ഓൺ ഫുൾ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ കറണ്ട്, ആർമേച്ചർ കറണ്ട് ആ സമയത്ത് എത്രയായിരിക്കും? 20 ആംപ്സ് ആണ്. എന്നാൽ ഒരു ആർമേച്ചർ റെസിസ്റ്റൻസ് ഈസ് പ്ലേസ്ഡ്, അതായത് 1.02 ഈസ് പ്ലേസ്ഡ് ഇൻ എ ആർമേച്ചർ സർക്യൂട്ട്, ദെൻ ദ സ്പീഡ് അറ്റ് ഹാഫ് ഫുൾ ലോഡ് ടോർക്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്പീഡാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? 587.5 RPM, ഓപ്ഷൻ ബി 600 RPM, ഓപ്ഷൻ സി 475.3 RPM, ഓപ്ഷൻ ഡി 12,000 RPM. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഷണ്ട് മോട്ടറിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് N2/N1 ഈക്വൽ ടു ഏതാണ്? EB2/EB1 ആണ്. അപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? N2, അതായത് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്പീഡ് N2 ഈക്വൽ ടു എന്താണ്? N1 ഇൻറ്റു EB2/EB1. അപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യം EB2 കണ്ടുപിടിക്കാനുള്ളത്? EB2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? VT മൈനസ് IA2 RA പ്ലസ് RS ആണ് അല്ലേ. അതുപോലെ EB1 എന്ന് പറഞ്ഞാൽ എന്താണ്? VT മൈനസ് IA1 RA. അപ്പോൾ ഇതിൽ IA1 തന്നിട്ടുണ്ട് എത്രയാണ്? 20 ആംപ്സ് തന്നിട്ടുണ്ട്. IA2 എന്താണ്? IA2 നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളിത് കണ്ടുപിടിക്കണം. IA പറഞ്ഞാൽ
എന്താണ് IA2 എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാഫാണ്. അപ്പോൾ ആർമേച്ചർ കറണ്ട് പകുതി എടുത്താൽ പോരെ. അങ്ങനെ കുറേ തിങ്ക് ചെയ്യണം കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ 10 amps ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ IA1 ക്വസ്റ്റ്യനിൽ തന്നിട്ട് 20 amps ആണ്, IA2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 amps ആണ്. അപ്പോൾ നമുക്ക് എന്താണ് IA1 കിട്ടി, IA2 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? EB2 ആണ് കണ്ടുപിടിക്കേണ്ടത്. EB2 നമ്മൾ ഫോർമുല കണ്ടിട്ടില്ലേ? ഏതാണ് EB2 ഈക്വൽ ടു VT മൈനസ് IA2 RA പ്ലസ് RS ആണ്. അപ്പോൾ നമുക്ക് VTൻ്റെ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് 250 ഉണ്ട് അല്ലേ. അതുപോലെ IA2 എന്ന് പറഞ്ഞാൽ എന്താണ് 10 amps നമുക്കറിയാം. പിന്നെന്താണ് നമുക്ക് RA പറയുന്നത് 1 ohm, അതുപോലെ RS എന്ന് പറയുന്നത് എത്രയാണ് 0.5 ohm. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EB2 എന്ന് കിട്ടും, അതായത് 235 വോൾട്ട് എന്ന് കിട്ടും. അടുത്ത എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? EB1 കണ്ടുപിടിക്കണം അല്ലേ. EB1 എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻ എന്താണ് 250 മൈനസ് IA1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് അല്ലേ. 20 ഇൻറ്റു എത്രയാണ് 0.5 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. RA ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 240 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് EB1 കിട്ടിക്കഴിഞ്ഞു, EB2 കിട്ടി. ഇനി എന്താണ് നമ്മുടെ കയ്യിൽ സ്പീഡും ഉണ്ട്, അതായത് പ്രൈമറി സ്പീഡ് N1 നമ്മുടെ കയ്യിലുണ്ട് 600 RPM എന്നുള്ളത്. അപ്പോൾ N2 കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? N2 ഈക്വൽ ടു N1 ഇൻറ്റു EB2 മായി EB1 ആണ് അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് N2 ഈക്വൽ ടു എന്താണ് 600 ഇൻറ്റു 235/240 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും? 587.5 RPM എന്ന് കിട്ടും. അപ്പോൾ കുറച്ച് ലെങ്തി ആണ്, നമ്മൾ ചെയ്ത് നോക്കി തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം വർക്കൗട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരണം. കാരണം എന്താണ് ലെങ്തി ആണ്, നമ്മുടെ ടൈം കൺസ്യൂമിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ എക്സാമിലും. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ. ഓക്കെ. Question number 4. In a retardation test on a separately excited motor, the induced EMF in the armature fall from 220 volt to 190 volt in 30 seconds on removing the armature from the supply. The same fail take place in 20 seconds if immediately after disconnection the armature is connected to a resistance which take 10 amps during this fall. Then the stray losses of the motor is. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇത് എന്താ പറയുക, ഈ റിട്ടാർഡേഷൻ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്കറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറുണ്ട്, സീരീസ് മോട്ടറുണ്ട്, ഷണ്ട് മോട്ടറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വളരെ കുറവാണ് പക്ഷെ എന്താണ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക, റിട്ടാർഡേഷൻ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് കേട്ടോ. അതായത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിൽ എന്താണ് അതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF ഫാൾ ഫ്രം എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 220 to 190 തന്നിട്ടുണ്ട്. അത് 30 seconds on removing the armature from the supply ആണ് തന്നിട്ടുള്ളത്. അതേപോലെ സെയിം fall take place in 20 seconds if immediately after disconnection the armature is connected to a resistance which take 10 amps during the fall. Then the stray losses of the motor is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്നാണ് 1915 watt, ഓപ്ഷൻ ബി 2750 watt, ഓപ്ഷൻ സി 3500 watt, ഓപ്ഷൻ ഡി 4110 watt. ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ വന്നിട്ട് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ W1/W dash is equal to T2/T2 minus T1 ആണ്. അതിലെ W കണ്ടുപിടിക്കാൻ വന്നിട്ട് എന്താണ് W dash ഇൻറ്റു T2/T2 മൈനസ് T1, അതായത് റിട്ടാർഡേഷൻ ടെസ്റ്റിൻ്റെ ഫോർമുലയാണ്. ആ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ W dash എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പോൾ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് എന്തായാലും 220 വോൾട്ട് പ്ലസ്, അതായത് വി ആവറേജ് എടുക്കുക നമ്മൾ. വി ആവറേജും ഇൻറ്റു എന്താണ് നമ്മൾ വി ആവറേജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇൻറ്റു കറണ്ട് തന്നിട്ട് 10 amps എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ W dash കണ്ടുപിടിക്കാൻ എന്താണ് 220 പ്ലസ് 190 ആണ് കേട്ടോ. 190/2 ഇൻറ്റു 10 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 2050 വാട്ട് എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ W കണ്ടുപിടിക്കുന്നത്. ആ W dash നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2050 എന്ന് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് W കണ്ടുപിടിക്കാം. എന്താണ് W ഈക്വൽ ടു 2015 ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് T2 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 30 മൈനസ് 20. അപ്പോൾ എന്ത് കിട്ടും? 2015 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്രയാണ്? 2 അല്ലേ. 2015 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? 4100 വാട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ റിട്ടാർഡേഷൻ ടെസ്റ്റിൻ്റെ ഫോർമുല നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുലാസ് നോക്കി വെക്കുക കേട്ടോ.
Question number 5. If the applied voltage of a certain transformer is increased by 50% and the frequency is reduced to 50%, the maximum core flux density at secondary side will be. എന്നാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഒരു അപ്ലൈഡ് വോൾട്ടേജ് ഓഫ് എ സർട്ടൻ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസിങ് ബൈ 50% ആണ്. അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോമർ എന്താണ് ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിച്ചു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു 50%. അതുപോലെ എന്താണ് ഫ്രീക്വൻസി എന്ത് സംഭവിച്ചു, ഫ്രീക്വൻസിക്ക് റെഡ്യൂസ്ഡ് ടു 50% ആണെങ്കിൽ മാക്സിമം കോർ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് സെക്കൻഡറി സൈഡ് എന്തായിരിക്കും? ഓപ്ഷൻ എ BM1, ഓപ്ഷൻ ബി 2BM1, ഓപ്ഷൻ സി 1.5 BM1, ഓപ്ഷൻ ഡി 3 BM1. അതായത് ഒരു മാക്സിമം കോർ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എ ട്രാൻസ്ഫോമർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/F റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. V പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. അതുപോലെ F പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം കോർ ഫ്ലക്സ് ഡെൻസിറ്റി, ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം കോർ ഫ്ലക്സ് ഡെൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും പറഞ്ഞാൽ V/F റേഷ്യോന് പ്രൊപ്പോർഷണലാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, ഫ്രീക്വൻസി വന്നിട്ട് റെഡ്യൂസ് ചെയ്യാണ് 50%. അതുപോലെ അപ്ലൈഡ് വോൾട്ടേജ് വന്നിട്ട് എന്താണ്, ഇൻക്രീസ് ചെയ്യാണ് 50% അല്ലേ. അതായത് V2 = 1.5 V1 ആൻഡ് F2 എന്ന് പറയുന്നത് 0.5 F1 ആണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ V/F റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, 1.5 ഡിവൈഡഡ് ബൈ 0.5 ചെയ്യുക. ഓക്കെ, 1.5 ഡിവൈഡഡ് ബൈ 0.5 ചെയ്താൽ എന്തായിരിക്കും, 3 ടൈംസ്, അതായത് 3B max എന്നായിരിക്കും, 3BM1 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അതായത് V/F റേഷ്യോ വിൽ ബിക്കെയിം 3 ടൈംസ് ആൻഡ് ഹൻസ് ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി വിൽ ആൾസോ ബിക്കെയിം 3 ടൈംസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, 3BM1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. മനസ്സിലായോ? അതായത് 1.5 ഡിവൈഡഡ് ബൈ 0.5 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണത്, ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ബിയോണ്ട് ദ ക്യൂരി ടെമ്പറേച്ചർ ദ റിലേറ്റീവ് സസെപ്റ്റബിലിറ്റി ഓഫ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇൻക്രീസ്, ഓപ്ഷൻ എ ഇൻക്രീസ്, ഓപ്ഷൻ ബി റിമെയിൻസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ സി ബിക്കെയിം 0, ഓപ്ഷൻ ഡി ഡിക്രീസസ്. അല്ലേ, എന്താ പറയുന്നത്, as the temperature increase beyond the Curie temperature the relative susceptibility of a എന്താണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ നോക്കുക, അതായത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ എന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈക്വൽ ടു എന്താണ്, C/T - TC ആണ്. അതായത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈക്വൽ ടു എന്താണ്, ക്യൂരി കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എന്താണ്, ടെമ്പറേച്ചർ ബൈ ക്യൂരി ടെമ്പറേച്ചർ ആണ് അതിൻ്റെ ഒരു റിലേഷൻ. അതായത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, എന്താ പറയുന്നത്, സോ ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് അല്ലേ. എന്താണ് ചെയ്യുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആണ് പറയുന്നത്. അപ്പോൾ ഫെറോ മാഗ്നറ്റിസത്തിൽ എന്താണ്, ഡിക്രീസസ് വിത്ത് റൈസിങ് ടെമ്പറേച്ചർ തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ആൻഡ് ബിക്കെയിം 0 അറ്റ് ക്യൂരി ടെമ്പറേച്ചർ. സോ എബോവ് ദിസ് ടെമ്പറേച്ചർ ദ ഫെറോ മാഗ്നറ്റിക് ബിക്കെയിം എന്താവുന്നത്, പാരാമാഗ്നറ്റിക് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ സാധാരണ കേസിൽ ഇപ്പോൾ ക്യൂരി എന്നൊരു കേസ് വന്നിട്ടുണ്ട് കേട്ടോ. ക്യൂരി ടെമ്പറേച്ചർ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത്. സാധാരണ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് സസെപ്റ്റബിലിറ്റി എന്താണ് സംഭവിക്കുന്നത്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻക്രീസ് ആണ് ചെയ്യുക സാധാരണ കേസിൽ കേട്ടോ. ക്യൂരിയുടെ കേസിലല്ല, സാധാരണ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് സസെപ്റ്റബിലിറ്റി ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എന്നാൽ ക്യൂരി ടെമ്പറേച്ചർ, ബിയോണ്ട് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കേസിലാണെങ്കിൽ ക്യൂരി ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ആവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാരയാവും. അതുകൂടി അറിഞ്ഞിരിക്കണം. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താവും, ക്യൂരി ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാരാമാഗ്നറ്റിക് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, അത് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ത് ചെയ്യാണ്, ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്.
Question number 7. If the area of hysteresis loop of a material is large, the hysteresis loss in the material will be. നമുക്കറിയാവുന്ന ഒരു കേസാണ്. നമ്മൾ മാഗ്നറ്റൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ഇഫ് ദ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഓഫ് എ മെറ്റീരിയൽ ലാർജ് ആവുകയാണെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് ഓഫ് ദ മെറ്റീരിയലിന് എന്ത് സംഭവിക്കും? ലാർജ് ആവും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? 0, ഓപ്ഷൻ ബി ലാർജ്, ഓപ്ഷൻ സി സ്മാൾ, ഓപ്ഷൻ ഡി അൺചേഞ്ച്ഡ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഓഫ് എ മെറ്റീരിയൽ ലാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്റെറിസിസ് ലോസും എന്തായിരിക്കും? ലാർജ് ആണ്. എന്നാൽ വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഹാർഡ് മെറ്റീരിയൽ, അതായത് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ അതുപോലെ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ്? ഏരിയ ലാർജ് തന്നെയായിരിക്കും. എന്നാൽ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ അത് വന്നിട്ട് സ്മാൾ ആയിരിക്കും. അതുകൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. അത് വന്നിട്ട് എന്തായിരിക്കും? സ്മാൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത് റിലേറ്റീവ്ലി സ്മാൾ ആണ്. ഹാർഡ് ആണെങ്കിൽ അതെന്താണ്? ലാർജ് ആയിരിക്കും. Question number 8. The total inductance of two coils connected in series cumulatively is 1.6 Henry and connected in differentially is 0.4 H. If the self-inductance of one coil is 0.6 H, then coupling coefficient will be. Coupling coefficient related ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ഇങ്ങനെ ചില കേസുകൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അതായത് ഈ കപ്ലിംഗ് കോഎഫിഷ്യൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താണ്? 0 ലെസ് ദാൻ കപ്ലിംഗ് കോഎഫിഷ്യൻ ലെസ് ദാൻ 1 ആ ഒരു റേഞ്ച്, അതായത് ബിലോ 0 ആ ഒരു വാല്യൂ, ആ ഒരു റേഞ്ചിലായിരിക്കും എപ്പോഴും ഈ കപ്ലിംഗ് കോഎഫിഷ്യൻ വാല്യൂ വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 0.612 0ൽ താഴെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? 0.612, ഓപ്ഷൻ ബി 1.2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 2.5. കറക്റ്റ് ആൻസർ വന്നിട്ട് 0.612 തന്നെയാണ്. എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ക്യുമുലേറ്റീവിലാണ് എന്ന് പറയുന്നത് 1.6 H. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ഫോർമുല ഏതാണ്? L1 + L2 + 2M = എത്രയാണ്? 1.6. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത എന്താണ്? അടുത്ത ഡിഫറൻഷ്യലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? L1 + L2 - 2M = എത്രയാണ്? 0.4 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വാല്യൂ എമ്മിൻ്റെ വാല്യൂ നമുക്ക് നിന്ന് കണ്ടുപിടിച്ചൂടെ? ആഡ് ചെയ്യുമ്പോൾ 4M = എത്രയാണ്? 1.2, M = എത്രയാണ്? 0.3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ L1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.6 എന്ന് തന്നിട്ടുണ്ട്. L2ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? K = എന്താണ്? M × √L1 L2 ആണ് അല്ലേ. ഇതിൽ നമുക്ക് എന്തറിയാം? എമ്മിൻ്റെ വാല്യൂ അറിയാം. ഏതാണ്? 0.3 അറിയാം. അതുപോലെ L1 നമുക്കറിയാം, എന്നാൽ L2 നമുക്കറിയില്ല. അപ്പോൾ L2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ്? ഇക്വേഷൻ 1, അതായത് L1 + L2 ആ ഒരു ഫോമിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 + L2 + 0.6 = എന്താണ്? 16 1.6 എന്ന് കൊടുക്കാം. അപ്പോൾ L2 = എത്രയാണ്? 1.6 - 1.2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് L2 കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കപ്ലിംഗ് ഓഫ് കോഎഫിഷ്യന്റ് അല്ലേ, കപ്ലിംഗ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ എന്താണ്? K = M / √L1 L2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 0.3 / 0.6 × 0.4 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.612 ആൻസർ കിട്ടും. ഏതാണ്? 0.612 കിട്ടും. അതല്ലാതെ നമ്മൾ അറിയണം 0ന് ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നോർമലി. ഇപ്പോൾ കറക്റ്റ് ആൻസർ 0.612, അതായത് 0ന് താഴെയുള്ള വാല്യൂ ആയിരിക്കും മോസ്റ്റ്ലി എന്താണ്? കപ്ലിംഗ് കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. Question number 9. The induced EMF in a magnetically linked coil when its flux is changed from 1 Weber to 0.1 Weber in 0.1 second is. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 1 volt, ഓപ്ഷൻ ബി 0.09 volt, ഓപ്ഷൻ സി 0.9 volt, ഓപ്ഷൻ ഡി 9 volt. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF = എന്താണ്? നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. മൈനസ് എന്താണ്? d∅/dt. അതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. അതായത് ഇൻഡ്യൂസ്ഡ് EMF = എന്താണ്? d∅/dt ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? d∅ = എത്രയാണ്? 0.9. 0.9 എങ്ങനെ കിട്ടിയത്? 1 Weber to 1.1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലക്സ് ഈസ് ചേഞ്ച്ഡ് ഫ്രം 1 Weber to 0.1. അപ്പോൾ നമുക്ക് എന്താണ്? ഫ്ലക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 1 - 0.1 ചെയ്താൽ 0.9 എന്ന് കിട്ടും നമുക്ക് ഫ്ലക്സിൻ്റെ വാല്യൂ. അപ്പോൾ d∅ = എത്രയാണ്? 0.9/1 dt എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ട് കിട്ടും? 9 വോൾട്ട് എന്ന് കിട്ടും. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഏതാണ്? 9 വോൾട്ട് എന്ന് കിട്ടും.
Question number 10. The potential at a point due to a charge of 100 microcoulomb at a distance of 9 meter is option A 100 volt, option B 10 raised to 2 volt, option C 1 volt, option D 10 raised to 5 volt. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 10 raised to 5 volt ആണ്. ഇനിയാണ് കണ്ടുപിടിച്ചുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വി പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു എന്താണ് 1/4 എപ്സിലോൺ ഇൻറ്റു ക്യൂ ബൈ ആർ. നമുക്കറിയാം 1/4 എപ്സിലോണിൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10 raised to 9 ആണ് അല്ലേ. ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 100 മൈക്രോകോളും. അപ്പോൾ 10 raised to എത്രയാണ്? 100 × 10 raised to -6 എന്ന് എഴുതി. ആർ എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് ആർ ഈക്വൽ ടു 9 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതെന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് വി ഈക്വൽ ടു എത്രയാണ്? 9 × 10 raised to 9. അതായത് 1/4 എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 100 × 10 raised to -6 ഡിവൈഡഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9ഉം 9ഉം ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? നിയർലി 10 raised to 5 volt എന്ന് ആൻസറായി കിട്ടും. അപ്പോൾ വി ഈക്വൽ ടു എത്രയാണ്? 10 raised to 5 volt എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ കുറേ പ്രോബ്ലമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ കണ്ടുവരുന്നത് അല്ലേ. ഇങ്ങനെ തന്നെയായിരിക്കും നല്ല ഹയർ ലെവൽ ആയിട്ടുള്ള എന്താണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയതുകൊണ്ട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കൂടുതലായിട്ടും. അപ്പോൾ നന്നായി നോക്കി പോവുക, നന്നായി വർക്കൗട്ട് ചെയ്യുക, ഓരോ ഫോർമുലാസും നോക്കുക. ട്വിസ്റ്റഡ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി നോക്കി പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.